ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ താരപ്രചാരകരെ ഇറക്കി കളം പിടിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ. ഇഡി രജിസ്റ്റർ ചെയ്ത ഭൂരിഭാഗം കേസുകളും രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണെന്നും സത്യസന്ധരായവർ ഭയക്കേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് മൌനമെന്ന വിമർശനവുമായി കോൺഗ്രസ്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ KG ജയൻ അന്തരിച്ചു. വിടവാങ്ങിയത് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ വിശദമായി. ഇഡി രജിസ്റ്റർ ചെയ്ത ഭൂരിഭാഗം കേസുകളും രാഷ്ട്രീയ ബന്ധമില്ലാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സത്യസന്ധരായവർ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും അഴിമതിക്കാർ ഭയപ്പെട്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. 2047ഓടെ വികസിത ഇന്ത്യ സാക്ഷാത്കരിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാടും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയെക്കുറിച്ച് നുണപ്രചാരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനാണ് പദ്ധതി നടപ്പാക്കിയത്. നിർവ്യാജമായ പുനരാലോചന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഇക്കാര്യത്തിൽ പശ്ചാത്തപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൌനമെന്ന് കോൺഗ്രസ്. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ തുടങ്ങിയവയെ സംബന്ധിച്ച് പരാമർശമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ താരപ്രചാരകരെ ഇറക്കി കളം പിടിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഈ മാസം 19 നടക്കും. ഒന്നാം ഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ഇന്നലെ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കൃഷ്ണഗിരിയിലും തിരുവണ്ണാമലയിലുമാണ് റാലിയും റോഡ് ഷോയും നടക്കുക. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. രാജസ്ഥാനിലെ ആൽവാറിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തി. ദൌസ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് ബന്ദികുയിയിൽ നടന്ന പൊതുയോഗത്തിലും അവർ സംസാരിച്ചു. രാജ്യത്ത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചുവെന്ന് ശ്രീമതി പ്രിയങ്ക വിമർശിച്ചു. സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇടതു നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, തപൻ സെൻ എന്നിവരും വിവിധയിടങ്ങളിൽ പ്രചാരണ രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹകരണ ബാങ്ക് അഴിമതിയിലും മാസപ്പടി കേസിലുമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത്. മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. CPIM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണെന്ന് കരുവന്നൂർ കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടത് കൊള്ളയുടെ ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 117 കോടി നിക്ഷേപം തിരിച്ചുകൊടുത്തു. കുറ്റക്കാർക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്ന് തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. രാവിലെ കൊടിയത്തൂരിൽ നടക്കുന്ന റോഡ് ഷോയോടെയാണ് പര്യടനത്തിന് തുടക്കം കുറിക്കുക. തെയ്യത്തും കടവ് മുതൽ കൊടിയത്തൂർ വരെയാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തുക. തുടർന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി തന്നെ ആക്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറയാൻ പിണറായി മടിക്കുന്നുവെന്നും രാഹുൽ വിമർശിച്ചു.
തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാപ്പനംകോട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശ്രീ കാരാട്ട് പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ആരംഭിച്ചു. ഏപ്രിൽ 19 വരെയാണ് സംസ്ഥാനത്തെ അസന്നിഹിത വോട്ടർ വിഭാഗത്തിലുള്ള വോട്ടിംഗിന്റെ ആദ്യഘട്ടം. രണ്ടാം ഘട്ടം ഏപ്രിൽ 20 മുതൽ 24 വരെയും. രണ്ടു ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താനാകാത്തവർക്ക് 25-ന് അവസരമുണ്ടാകും. വോട്ടിംഗ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ജയവിജയ സഹോദരന്മാരിൽ പ്രശസ്തനാണ്. തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘനാളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ KG ജയനും സഹോദരനും ശ്രദ്ധേയരായത്. 1991 സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2019 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നടൻ മനോജ് K ജയൻ മകനാണ്. ഒഡീഷയിലെ ദേശീയപാത 16-ലെ ബരാബതി പാലത്തിൽ നിന്നും ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 5 മരണം, 38 പേർക്ക് പരിക്കേറ്റു. പുരിയിൽ നിന്നും പശ്ചിമ ബംഗാളിലെ ഹൽദിയയിലേക്ക് പോവുകയായിരുന്നു ബസ്. ഡ്രൈവറുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി സംയുക്ത സേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഉസ്ബെക്കിസ്ഥാനിൽ. ന്യൂഡൽഹിയും താഷ്കന്റും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഉസ്ബെക്കിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെയും ഉസ്ബെക്കിസ്ഥാന്റെയും സായുധ സേനകളുടെ സംയുക്ത അഭ്യാസമായ ഡസ്ലിക്കിന് ജനറൽ മനോജ് പാണ്ഡെ സാക്ഷ്യം വഹിക്കും. ഉക്രൈൻ സംഘർഷം, ഭീകരവാദ പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവികൾ തമ്മിൽ ചർച്ച ഉണ്ടാകും. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 4 മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കപ്പലിലുള്ളവരിൽ ചിലർ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടത് ആശ്വാസമായി. കൂടുതൽ വിവരങ്ങൾ. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്കുകപ്പലിലെ ഇന്ത്യക്കാരെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചു. വിഷയത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ ഹെയ്നുമായി ഞായറാഴ്ച ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിൽ 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് ഉള്ളത്. ആകെ 25 ജീവനക്കാർ കപ്പലിലുണ്ട്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശ്യാംനാഥ്, തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ്, പാലക്കാട് കേരളശ്ശേരി സ്വദേശി സുമേഷ്, മാനന്തവാടി കാട്ടിക്കുളം സ്വദേശി PV ധനേഷ് എന്നിവരാണ് കപ്പലിലെ മലയാളികൾ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിനെ കുവൈത്ത് അമീർ നിയമിച്ചു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് സബ അൽ സലേം അൽ സബ ഏപ്രിൽ 7-ന് രാജിവെച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. പുതിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഏപ്രിൽ 6-ന് ഷെയ്ഖ് മുഹമ്മദ് തന്റെ മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ചു. പുതിയ പ്രധാനമന്ത്രി 1999 മുതൽ 2005 വരെ ധന വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആതിഥേയരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 25 റൺസിനാണ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്നലെ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കന്നി ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് സ്വന്തമാക്കി. രാജ്യത്ത് ഈ വർഷം സാധാരണ നിലയിലുള്ള മൺസൂൺ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ രാജ്യത്തെ മൊത്തം മഴയുടെ ശരാശരി 87 സെന്റിമീറ്റർ ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാന്നാർ കടലിടുക്കിന് സമീപം രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി വ്യാഴം മുതൽ ഞായർ വരെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടായേക്കുമെന്നതിനാൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ താരപ്രചാരകരെ ഇറക്കി കളം പിടിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ. ED രജിസ്റ്റർ ചെയ്ത ഭൂരിഭാഗം കേസുകളും രാഷ്ട്രീയ ബന്ധമില്ലാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണെന്നും സത്യസന്ധരായവർ ഭയക്കേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് മൌനമെന്ന വിമർശനവുമായി കോൺഗ്രസ്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ KG ജയൻ അന്തരിച്ചു. വിടവാങ്ങിയത് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.